അവർ എവിടെയാണ് താമസിക്കുന്നത്? താമസിക്കുന്നത് വെച്ചാൽ അവർ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ അവരെവിടെയാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിപ്പോൾ പറയുന്നതെങ്കിൽ എങ്ങനെ വരുമെന്നുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ കാണുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അവർ എവിടെയാണ് പോകുന്നത്? വെയർ ആർ ദേ ഗോയിങ്? അപ്പോൾ നമ്മൾ പറയുന്നത് അവരെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാ. അല്ലെങ്കിൽ നമുക്ക് വെയർ ഡു ദേ ഗോ എന്നും പറയാം. ഈ വരുന്ന സെൻറ്റൻസുകളെല്ലാം ഏകദേശം സിമിലർ അർത്ഥത്തിൽ നമുക്ക് ഈ രണ്ട് രീതിയിലും പറയാൻ പറ്റും. കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് കുറച്ചധികം സെൻറ്റൻസ് കാണുമ്പോൾ മനസ്സിലാവും. നീ എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ് നീ വരുന്നത്? അപ്പോൾ ഒരു നിന്നും കൂടെ ഉണ്ട്. നിന്ന് എന്നുള്ളത് ഫ്രം ആണെന്ന് നമുക്കറിയാം. വെയർ ആർ യു കമ്മിങ് ഫ്രം? അല്ലെങ്കിൽ വെയർ ഡു യു കം ഫ്രം എന്നും പറയാം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം. വരുന്ന മിക്ക സെൻറ്റൻസുകളും നമുക്കിങ്ങനെ രണ്ട് രീതിയിലും പറയാൻ പറ്റിയേക്കും കോണ്ടെക്സ്റ്റ് വെച്ചിട്ട്. നീ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അപ്പം നീ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ വെയർ ആർ യു വർക്കിംഗ്? നീ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് മാത്രമാണെങ്കിൽ വെയർ ഡു യു വർക്ക്? ഇത് സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഏകദേശം സിമിലർ മീനിങ് ഇതിന് വരുന്ന ഒരു സാഹചര്യമാണിത്. അവൻ എവിടെയാണ് പഠിക്കുന്നത്? വെയർ ഈസ് ഹീ സ്റ്റഡിയിങ് എന്നും നമുക്ക് വേണേൽ പറയാം. അല്ലെങ്കിൽ വെയർ ഡസ് ഹീ സ്റ്റഡി? ഇപ്പം ഹീ ആയതുകൊണ്ട് ആണ് ഡസ്സും ഈസും ഒക്കെ വരുന്നത്. കൺഫ്യൂഷൻ വേണ്ട, നമുക്ക് ആദ്യത്തത് മാത്രം തൽക്കാലം ഫോളോ ചെയ്യാം. അവൻ എവിടെയാണ് വരയ്ക്കുന്നത്? അവൻ എവിടെയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ എവിടെയാണ് വരയ്ക്കുക? ട്രൈ ചെയ്ത് നോക്കൂ. വെയർ ഈസ് ഹി ഡ്രോയിങ്? വെയർ ഈസ് ഹി ഡ്രോയിങ്? അവൻ എവിടെയാണ് വരയ്ക്കുന്നത്? അടുത്ത സെൻറ്റൻസ് നോക്കാം. അവൾ എവിടെയാണ് ഗുളിക വെക്കുന്നത്? അവൾ എവിടെയാണ് ഗുളിക വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. വെയർ ഈസ് ഷീ കീപ്പിംഗ് ദ ടാബ്ലറ്റ്? വെക്കുക, കീപ്പ്. വെയർ ഈസ് ഷീ കീപ്പിംഗ് ദ ടാബ്ലറ്റ്? അല്ലെങ്കിൽ വെയർ ഡസ് ഷീ കീപ്പ് ദ ടാബ്ലറ്റ്? അവൾ എവിടെ വെച്ചാണ് നിന്നെ കാണുന്നത്? അപ്പോൾ എവിടെ വെച്ച് എന്നുണ്ട്. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കാണുക എന്നുള്ളത് മീറ്റ് എന്നുള്ള അർത്ഥത്തിൽ. വെയർ ഈസ് ഷീ മീറ്റിംഗ് യു ഫ്രം? നമ്മൾ എവിടെ നിന്ന്, എവിടെ വെച്ച്. വെയർ ഈസ് ഷീ മീറ്റിംഗ് യു ഫ്രം? നമ്മൾ എവിടെ നിന്നാണ് കഴിക്കുന്നത്? വെയർ ആർ വി ഈറ്റിംഗ്? എവിടെയാണ് നമ്മൾ കഴിക്കുന്നത്? അല്ലെങ്കിൽ വെയർ ആർ വി ഈറ്റിംഗ് ഫ്രം എന്നും പറയാം. എവിടെ നിന്നാണ് കഴിക്കുന്നത്? ഇതാണ്. നമുക്ക് അങ്ങനെ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളുകൾ ചില സമയത്തില്ല. അത് നമ്മൾ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കി പറയേണ്ടി വരും. നമ്മൾ എവിടെയാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ എവിടെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വെയർ ഡു വി പ്രേ, അല്ലെങ്കിൽ വെയർ ഡു വി പ്രേ ഫ്രം, അല്ലെങ്കിൽ വെയർ ആർ വി പ്രേയിങ്. ഇപ്പോൾ നമുക്ക് വെയർ ആർ വി പ്രേയിങ് എന്നുള്ളതിൽ സ്റ്റിക്ക് ചെയ്യാം. ആദ്യത്തെ സെൻറ്റൻസിലേക്ക് പോകാം. അവർ എവിടെയാണ് താമസിക്കുന്നത്? ട്രൈ ചെയ്ത് നോക്കൂ. അവർ എവിടെയാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്? വെയർ ആർ ദേ സ്റ്റേയിങ്?